അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1422, സൂറത്തു ഇബ്രാഹിം 9 മുതൽ 12 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم يأتكم نبأ الذين من قبلكم قوم نوح وعاد وثمود والذين من بعدهم لا يعلمهم إلا الله جاءتهم رسلهم بالبينات فردوا أيديهم في أفواههم وقالوا إنا كفرنا بما أرسلتم به وإنا لفي شك مما تدعوننا إليه مريب. قالت رسلهم أفي الله شك فاطر السماوات والأرض يدعوكم ليغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى قالوا إن أنتم إلا بشر مثلنا تريدون أن تصدونا عما كان يعبد آباؤنا فأتونا بسلطان مبين. قالت لهم رسلهم إن نحن إلا بشر مثلكم ولكن الله يمن على من يشاء من عباده وما كان لنا أن نأتيكم بسلطان إلا بإذن الله وعلى الله فليتوكل المؤمنون وما لنا ألا نتوكل على الله وقد هدانا سبلنا ولنصبرن على ما آذيتمونا وعلى الله فليتوكل المتوكلون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ألم يأتكم, ജനങ്ങളെ നിങ്ങൾക്ക് വന്നു കിട്ടിയില്ലയോ, നബഉല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരുടെ വാർത്തകൾ, അതായത് ഖൗമി നൂഹിൻ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയുടെയും, വആദിൻ, ആദ് സമൂഹത്തിന്റെയും, സമൂദ് ഗോത്രത്തിന്റെയും, വല്ലദീന മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വന്ന സമൂഹങ്ങളുടെയും വാർത്തകൾ നിങ്ങൾക്ക് വന്നു കിട്ടിയില്ലയോ? ആ സമൂഹങ്ങൾ ആരൊക്കെയാണ് എന്നത് ഡീറ്റെയിൽ ആയി ലാ യഅലമുഹും ഇല്ലല്ലാഹ്, അവരെ അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അത്രയും സമൂഹങ്ങൾ നേരത്തെ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവരുടെ പലരുടെയും വൃത്താന്തങ്ങൾ, വാർത്തകൾ, അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ ഒക്കെ നിങ്ങൾക്ക് വന്നു കിട്ടിയില്ലയോ, അഥവാ അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നർത്ഥം. അതായത് ജാഅത്തുഹും റുസുലുഹും ബിൽ ബയ്യിനാത്തി, ആ ജനങ്ങളുടെ അടുത്തേക്ക് അവരുടെ ദൂതന്മാർ, പ്രവാചകന്മാർ തെളിവുകളുമായി വന്നു. അങ്ങനെ ഫറദ്ദു ഐദിയഹും ഫി അഫ്വാഹിഹിം, ജനങ്ങൾ അവരുടെ വായകളിൽ കൈവച്ചു. എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകന്മാർ കൊണ്ടുവന്ന സതുപദേശം സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ തയ്യാറാവാതെ ഇതെന്ത് വർത്തമാനം എന്ന അർത്ഥത്തിലോ അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഇപ്പൊ കൈകാര്യം ചെയ്യാം എന്ന അർത്ഥത്തിലോ ഒക്കെ അവർ വായിലേക്ക് കൈവച്ചു. വഖാലു, അവർ പറയുകയും ചെയ്തു, ഇന്നാ കഫർനാ ബിമാ ഉർസിൽതും ബിഹി, ഏതൊരാശയവുമായിട്ടാണോ നിങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ആ ആശയത്തെ നിശ്ചയം ഞങ്ങൾ നിഷേധിച്ചിരിക്കുന്നു. വഇന്നാ ലഫീ ശക്കിൻ മിമ്മാ തദ്ഊനനാ ഇലൈഹി മുരീബ്, നിങ്ങൾ ഞങ്ങളെ ഏതൊരാശയത്തിലേക്കാണോ ക്ഷണിക്കുന്നതെങ്കിൽ ആ ആശയം സംബന്ധമായി ഞങ്ങൾ വലിയ സംശയത്തിലാണ്. ഇത് ശരിയാവാനുള്ള ഒരു സാധ്യതയും ഞങ്ങൾ കാണുന്നില്ല എന്നർത്ഥം. അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകളുടെ വാർത്തകൾ, വർത്തമാനങ്ങൾ, അവരുടെ ജീവിതത്തിൽ എന്തുണ്ടായി എന്ന സംഗതികൾ നിങ്ങൾക്ക് വന്നു കിട്ടിയില്ലയോ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവരൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലത്തെ ഒരു നാശം ഏറ്റുവാങ്ങാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണോ നിങ്ങൾ? ആലോചിച്ചുകൂടെ എന്നർത്ഥം.
ഖാലത്ത് റുസുലുഹും, ആ ജനങ്ങളിലേക്ക് വന്ന ദൂതന്മാര് പറഞ്ഞു, അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അല്ലാഹുവിലാണോ സംശയമുള്ളത്? അല്ലാഹുവിലാണോ നിങ്ങൾക്ക് സംശയമുള്ളത്? അഥവാ ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചത് അല്ലാഹു ആണെന്ന് അവരും പറയും. അപ്പൊ പിന്നെ ആ അല്ലാഹു തആല ഇങ്ങനെ ഞങ്ങളെ നിയോഗിക്കുക, അതുപോലെ തന്നെ അവനിലേക്ക് ഉള്ള പിന്നെ അടുക്കാൻ ആവശ്യമായിട്ടുള്ള സന്ദേശങ്ങൾ നൽകുക, ഇതിനൊന്നും പടച്ചവന് സാധിക്കില്ല എന്ന സംശയമാണോ നിങ്ങൾക്ക് അർത്ഥം? യദ്ഉക്കും, അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നതിൽ യഗ്ഫിറ ലക്കും മിൻ ദുനൂബിക്കും, നിങ്ങളുടെ ദോഷങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരാനാണ്. വയുഅഖിറക്കും ഇല അജലിൻ മുസമ്മ, ഒരു നിർണിതമായ അവധി വരെ നിങ്ങളെ പിന്തിച്ചിടാനുമാണ്. എന്ന് പറഞ്ഞാൽ മരിക്കാൻ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു അവധി വരെ നിങ്ങൾ ഇവിടെ ജീവിക്കുകയും അതിനുശേഷം മരണപ്പെടുകയും ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ സംഭവങ്ങളിൽ നിന്ന് വരുന്ന സ്ഖലിതങ്ങൾ, അബദ്ധങ്ങൾ, അതൊക്കെ അല്ലാഹു തആല പുറത്തു തന്നു നിങ്ങളെ അവൻ രക്ഷപ്പെടുത്താനാണ് പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് എന്ന്. ഖാലു, അവർ പറഞ്ഞു, അഥവാ ആ നിഷേധികൾ പറഞ്ഞു, ഇൻ അൻതും ഇല്ലാ ബശറും മിസ്ലുന, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാർ മാത്രമാണ്, നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ ഒരു പ്രത്യേകതയും ഇല്ല. തുരീദൂന അൻ തസുദ്ദൂന, ഞങ്ങളെ തടയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അമ്മാ കാന യഅബുദു ആബാഉന, ഞങ്ങൾ ഏതൊരു ദൈവങ്ങളെയായിരുന്നു, ഞങ്ങളുടെ പിതാക്കൾ ഏതൊരു ദൈവങ്ങളെയായിരുന്നുവോ ആരാധിച്ചിരുന്നത്, ആ ദൈവങ്ങളെ തൊട്ട് ഞങ്ങളെ തടയുക എന്നതാണ് നിങ്ങളുടെ ഉദ്ദേശ്യം. അതുകൊണ്ട് ഫഅ്തൂനാ ബി സുൽത്താനിൻ മുബീൻ, വ്യക്തമായ തെളിവുകൾ നിങ്ങൾ കൊണ്ടുവരൂ ഞങ്ങൾക്ക്, അല്ലാതെ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഖാലത്ത് ലഹും റുസുലുഹും, അവരോട് അവരുടെ പ്രവാചകന്മാർ പറഞ്ഞു, ഇൻ നഹ്നു ഇല്ലാ ബശറും മിസ്ലുക്കും, ഞങ്ങൾ നിങ്ങളെപ്പോലെ മനുഷ്യന്മാർ മാത്രമാണ്. വലാകിന്നല്ലാഹ, പക്ഷെ നിങ്ങളെ പോലത്തെ മനുഷ്യന്മാരല്ല. വലാകിന്നല്ലാഹ, പക്ഷെ അല്ലാഹു യമുന്നു അലാ മൻ യശാഉ മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നന്മ ചെയ്യുന്നു, ഗുണം ചെയ്യുന്നു. അങ്ങനെ അവൻ പ്രത്യേകം നുബുവത്ത് എന്ന മഹത്തായ സ്ഥാനം നൽകി ആദരിച്ചിട്ടുള്ള പ്രത്യേകക്കാരാണ് ഞങ്ങൾ. ആ ഞങ്ങൾക്ക് ഒമാക്കാനലന, ഞങ്ങൾക്ക് പറ്റിയതല്ല അൻ എത്തിയക്കും ബി സുൽത്താനിൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവന്നു തരൽ ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതിയോടെ അല്ലാതെ. നിങ്ങൾ ചോദിക്കുന്ന തെളിവുകൾ നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ല. അതായത് ഞങ്ങളുടെ സ്വതന്ത്ര അധികാരത്തിൽപ്പെട്ട സംഗതി അല്ല ആ കാര്യം, മറിച്ച് അല്ലാഹു തആല ഞങ്ങൾക്ക് അനുമതി തരുന്നതിനനുസരിച്ച് മാത്രമേ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ചുരുക്കം. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന തെളിവുകൾ അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ കൊണ്ടുവന്നു തരാൻ ഞങ്ങൾക്കാവില്ല. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അള്ളാഹുവിന്റെ മേലിൽ മാത്രം സത്യവിശ്വാസികൾ ബരമേൽപ്പിക്കട്ടെ. ഞങ്ങൾ ആ അള്ളാഹുവിന്റെ മേലിൽ ബരമേൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നർത്ഥം. വമാലന, ഞങ്ങൾക്ക് എന്തു ന്യായമാണ് പറയാനുള്ളത്, അല്ലാ നതവക്കല അലല്ലാഹ്, അള്ളാഹുവിന്റെ മേൽ ഞങ്ങൾ ബരമേൽപ്പിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ന്യായം പറയാനുണ്ടോ? ഇല്ല, ഒരു ന്യായവും പറയാനില്ല. കാരണം വഖദ് ഹദാനാ സുബുലന, ഞങ്ങൾക്ക് ശരിയായ ഞങ്ങളുടെ മാർഗത്തിലേക്ക്, അവന്റെ പൊരുത്തത്തിലേക്ക് എത്താനുള്ള വഴികളിലേക്ക് ഞങ്ങൾക്ക് മാർഗദർശനം തന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിന്റെ പേരിൽ ബരമേൽപ്പിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. വലനസ്ബിറന്ന, ഞങ്ങൾ ക്ഷമിക്കുക തന്നെ ചെയ്യും, അലാമ ആദൈതുമൂന, നിങ്ങൾ ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നതിന്റെ പേരിൽ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, ബരമേൽപ്പിക്കുന്നവരെല്ലാം അള്ളാഹുവിന്റെ മേലിൽ മാത്രം ബരമേൽപ്പിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട പ്രവാചകന്മാർ പറഞ്ഞു. അപ്പൊ ഈ സൂക്തങ്ങളിലൂടെ അള്ളാഹു നേരത്തെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചില സംഭവങ്ങളായിരുന്നുവല്ലോ പറഞ്ഞു നിർത്തിയിരുന്നത്. നമ്മൾ മൂസാ അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ ദീനിലേക്ക് ഇസ്രയേലികളെയും അതേപോലെ തന്നെ ഖിബ്തികളെയും ക്ഷണിക്കുകയും ആ മൂസ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ദോഷം എന്ന് ഉണർത്തുകയും ചെയ്തിരുന്നുവല്ലോ. കാരണം പടച്ചോൻ നിങ്ങളെല്ലാവരും വിശ്വാസികളായാലും ആയില്ലെങ്കിലും അതിന്റെ പേരിൽ പ്രത്യേകിച്ചൊന്നും നേടാനുമില്ല, ആകാത്തതിന്റെ പേരിൽ പ്രത്യേകിച്ചൊന്നും കോട്ടങ്ങൾ വരാനുമില്ല. അപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് സൂചിപ്പിച്ചിരുന്നുവല്ലോ. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഇവിടെ, എന്ത്, ഈ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ സന്ദേശങ്ങളുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോ ആ പ്രവാചകന്മാരെ നിരാകരിക്കാനും നിഷേധിക്കാനുമുള്ള ഒരു ട്രെൻഡ്
അത് കാലാകാലങ്ങളായി ലോകത്തുണ്ടായിട്ടുണ്ട്. എന്നാൽ ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്ന ജനതക്ക് അവർ പ്രവാചകന്മാരെ ഉൾക്കൊള്ളണം, സത്യവിശ്വാസം സ്വീകരിക്കണം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കടുത്ത പരീക്ഷണങ്ങളും തിരിച്ചടികളും ഉണ്ടാകും എന്നതിലേക്ക് തെളിവാക്കാൻ പറ്റുന്ന ഒട്ടനവധി മുൻകാല അനുഭവങ്ങൾ ലോകത്തുണ്ട്. അപ്പോൾ ഓരോ പ്രവാചകന്മാർക്കും അതിനു മുമ്പ് വന്ന ജനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രതിസന്ധികളെ, അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളെ, അള്ളാഹുവിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുള്ള തിരിച്ചടികളെ ഒക്കെ ഓർമ്മപ്പെടുത്തിയാൽ തന്നെ മതി വാസ്തവത്തിൽ സത്യവിശ്വാസത്തിന്റെ രാജവേദിയിലേക്ക് കടന്നുവരാൻ. അതിനാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസവുമായി ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി വന്നപ്പോൾ നീണ്ട 40 കൊല്ലം മക്കക്കാർക്കിടയിൽ സമാദരണീയനായി ജീവിച്ചിട്ടും ഒരു കള്ളമാണെന്ന് ഊഹിക്കാവുന്നൊരു പദപ്രയോഗം പോലും മുത്തുനബി നടത്തിയിട്ടില്ല എന്ന് അവർ ഉറക്കെ സമ്മതിച്ചിട്ടും അള്ളാഹുവിനെ സംബന്ധിച്ച് ആരാധ്യനാണ് എന്ന മഹത്തായ ഒരു സന്ദേശവുമായി, അവൻ മാത്രമേ ആരാധ്യനുള്ളൂ എന്നൊരു സന്ദേശവുമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നപ്പോൾ നീണ്ട 40 കൊല്ലത്തെ മാതൃകാപരമായ ജീവിതം കൈവശമുള്ള, നല്ല സന്തോഷകരമായ ഫീഡ്ബാക്കുള്ള, ട്രാക്ക് റെക്കോർഡുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിർദാക്ഷിണ്യം തള്ളിപ്പറയാൻ മക്കയിലെ മുശ്രിക്കുകൾക്ക് യാതൊരു മനസാക്ഷിക്കുത്തും ഉണ്ടായില്ല. എന്നുമാത്രമല്ല, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തങ്ങളെ കൊണ്ട് വിശ്വസിച്ച അങ്കൂലി പരിമിതരായ മെമ്പേഴ്സിനെയും കൊല്ലാക്കൊല ചെയ്യാനും അങ്ങേയറ്റം കണ്ണീര് കുടിപ്പിക്കാനും എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതെല്ലാം അവർ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അവരുടെ മനസ്സിലേക്ക് തുളച്ചു കയറുന്ന ഒരു വല്ലാത്ത സന്ദേശമാണ് ഈ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഓ ജനങ്ങളെ, അലം യഅ്തികും നബഉല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ സമൂഹങ്ങളുടെ വാർത്തകൾ നിങ്ങൾക്ക് വന്നില്ലയോ? നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ സമൂഹങ്ങളുടെ വാർത്തകൾ നിങ്ങൾക്ക് വന്നില്ലയോ എന്ന് ചോദിക്കുന്നത്. കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ കണ്ടല്ലോ, വദക്കിറുഹും ബി അയ്യാമില്ല, അള്ളാഹുവിന്റെ ദിവസങ്ങൾ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം എന്ന് പറഞ്ഞത് മൂസാ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു തആല പറഞ്ഞത്. അപ്പൊ ആ ഓർമ്മപ്പെടുത്തി കൊടുക്കുക അള്ളാഹുവിന്റെ ദിനങ്ങൾ എന്നതിന്റെ ഒരു പുലർച്ചയോ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാക്ടിക്കൽ വശമോ ആണ് വാസ്തവത്തിൽ ഈ സൂക്തത്തിൽ നമ്മൾ കാണുന്നത്. അറേബ്യൻ മുശ്രിക്കുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, അലം യഅ്തികും, നിങ്ങൾക്ക് വന്നില്ലയോ ജനങ്ങളെ, നബഉല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പുള്ള ആളുകളുടെ വാർത്തകൾ, അവരുടെ ചരിത്രങ്ങൾ. അതായത് ഖൗമി നൂഹിൻ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയുടെ, വആദിൻ, ആദ് സമൂഹത്തിന്റെ, സമൂദ് ഗോത്രക്കാരുടെ ഒക്കെ വാർത്തകൾ നിങ്ങൾക്ക് വന്നില്ലയോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ ധിക്കരിച്ചു. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂഫാൻ, ജലപ്രളയം കൊണ്ട് നശിപ്പിച്ചു. ആദ് സമൂഹത്തിലേക്ക് ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല പ്രവാചകരായി നിയോഗിച്ചു. ആ പ്രവാചകരായി വന്ന ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ അങ്ങേയറ്റം നിഷേധിക്കുന്ന അവസ്ഥയുണ്ടായപ്പോൾ കടുത്ത കൊടുങ്കാറ്റടുപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല അവരെ നശിപ്പിച്ചു. സാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ സമൂദ് ഗോത്രത്തിലേക്ക് അല്ലാഹു തആല പ്രവാചകനായി നിയോഗിച്ചു. സാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന നിലപാട് ആ കാലത്തെ ജനങ്ങൾ സ്വീകരിച്ചു. കടുത്തൊരു അട്ടഹാസം മുഖേന അല്ലാഹു തആല അവരെ മുഴുവനും കൊന്നുകളഞ്ഞു. ഇത്തരം വാർത്തകളൊക്കെ നിങ്ങൾക്ക് വന്നില്ലയോ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ചരിത്രങ്ങളൊക്കെ മുൻകാലത്തുണ്ടായിട്ടുണ്ട് എന്ന് അവർക്കറിയാം. ആ അറിയാവുന്ന ചരിത്രത്തിന്റെ ഗുണപാഠം നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്നാണ് ആ പറയുന്നതിന്റെ ചുരുക്കം. വല്ലദീന മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വന്നവരുടെയും ചരിത്രം നിങ്ങൾക്ക് വന്നില്ലയോ? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത, ആദ് സമൂഹം, സമൂദ് ഗോത്രം മാത്രമല്ലല്ലോ, അതിനുശേഷം വന്ന ധാരാളം സമൂഹങ്ങളുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയുണ്ട്, മദിയൻകാരുണ്ട്, ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി പ്രവാചകന്മാർ, പേരറിയുന്നതും അറിയാത്തതും, അതേപോലെ തന്നെ ചരിത്രങ്ങൾ നമുക്ക് കേട്ട് വന്നിട്ടുള്ളതും വരാത്തതുമായിട്ടുള്ള ഒരുപാട് നബിമാരുണ്ട്. അവരെപ്പറ്റിയാ പറയുന്നത് വല്ലദീന മിൻ ബഅദിഹിം, അവരുടെ ശേഷം വന്ന ആളുകളുടെയും ചരിത്രം നിങ്ങൾക്ക് വന്നു കിട്ടിയില്ലയോ? ലാ യഅലമുഹും ഇല്ലല്ലാഹ്, അവരെ അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ എന്ന് വെച്ചാൽ എല്ലാവരുടെയും ചരിത്രം നമ്മുടെ മുന്നിൽ ഇല്ലാന്നർത്ഥം. എല്ലാ നബിമാരുടെയും ആ നബിമാരെ എതിർത്തവരുടെയും ഒക്കെ ചരിത്രം നമ്മുടെ മുന്നിലില്ല. പക്ഷെ മുന്നിലുള്ള ചരിത്രങ്ങൾ ഒരുപാടുണ്ടല്ലോ. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത നശിപ്പിക്കപ്പെട്ടതും, അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ എതിരാളിയായിട്ടുള്ള നമ്രൂദും പരിവാരങ്ങളും,
അവരങ്ങേറ്റം വഷളായതും അടക്കമുള്ള എത്ര ചരിത്രങ്ങൾ ലോകത്ത് വീണ്ടും നിലനിൽക്കുന്നുണ്ട്. ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയുടെയും മറ്റുമൊക്കെ ചരിത്രങ്ങളുണ്ടല്ലോ. അപ്പൊ ആ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു കിട്ടിയില്ലയോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം ആ ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാം. ആ ചരിത്രത്തിന്റെ ഗുണപാഠം എന്താണ്? ആ ചരിത്രത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ നിരാകരിക്കാനും നിഷേധിക്കാനും ജനങ്ങൾ ഒരുമ്പെട്ടപ്പോൾ അള്ളാഹു തആല അവർക്ക് കടുത്ത ശിക്ഷ നൽകുകയും അവരെ അള്ളാഹു നശിപ്പിക്കുകയും ചെയ്തു. അതാണ് ജാഅത്തുഹും റുസുലുഹും ബിൽ ബയ്യിനാത്തി, തെളിവുകളുമായി അവരുടെ ദൂതന്മാർ അവരുടെ അടുത്ത് വന്നു. ഫറദ്ദു ഐദിയഹും ഫി അഫ്വാഹിഹിം, അപ്പോൾ അവരവരുടെ കൈകളെ വായയിലേക്ക് മടക്കി. കൈ വായയിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന സംബന്ധമായി വിവിധ വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ നിങ്ങൾക്ക് എന്നുള്ള ഒരു അത്ഭുതത്തോടുകൂടെ ഒരാക്കിയൊരു ചിരി ചിരിക്കൂലേ, അങ്ങനെ ചിരിക്കാൻ വേണ്ടി മുഖത്ത് മൂക്കത്ത് വിരൽ വെക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പ്രയോഗം, അഥവാ പ്രവാചകന്മാരെ പരിഹസിച്ചുകൊണ്ട് അവർ മൂക്കത്ത് വിരൽ വെച്ചു എന്ന അർത്ഥത്തിലാണ് എന്നാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം അവര് നമ്മൾ സാധാരണ മിണ്ടരുത് എന്ന അർത്ഥത്തിൽ ഇങ്ങനെ ചുണ്ടത്ത് വിരൽ വെക്കൂലേ, അങ്ങനെ വെക്കാൻ വേണ്ടി ഞങ്ങളോട് അത്തരം സംസാരങ്ങളൊന്നും നടത്തരുത്, പ്രബോധനമൊന്നും ചെയ്യരുത് എന്ന അർത്ഥത്തിൽ, മിണ്ടരുത് എന്ന അർത്ഥത്തിൽ എന്ത് ചെയ്യുമല്ലോ, കൈ വെക്കൂലെ മുഖത്ത്, അങ്ങനെ വെച്ചു എന്ന അർത്ഥവും പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചിലര് രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും അവരവരുടെ കൈകളെ വായിലേക്ക് മടക്കി. വഖാലു, അവർ പറയുകയും ചെയ്തു, ഇന്നാ കഫർനാ ബിമാ ഉർസിൽതും ബിഹി, നിങ്ങൾ ഏതൊരു ആശയവുമായിട്ടാണോ നിയോഗിക്കപ്പെട്ടതെങ്കിൽ ആ ആശയത്തെ ഞങ്ങൾ നിഷേധിച്ചിരിക്കുന്നു. കാരണം ഇന്നാ ലഫീ ശക്കിൻ മിമ്മാ തദ്ഉനനാ ഇലൈഹി മുരീബ്, നിങ്ങൾ ഏതൊരു ആശയത്തിലേക്കാണോ ഞങ്ങൾ ക്ഷണിക്കുന്നത് ആ ആശയം സംബന്ധമായി ഞങ്ങൾ കടുത്ത സംശയത്തിലാണ്. അതായത് നിങ്ങൾ ഈ പറയുന്നതിന്റെ ലോജിക്കൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവണില്ല, ഇതൊന്നും ഞങ്ങൾ സ്വീകരിക്കാൻ റെഡിയുമല്ല എന്ന നിഷേധത്തിന് കയ്യും കാലും വെച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ സമൂഹം മുന്നോട്ട് പോയി എന്നർത്ഥം. എന്നാൽ കാലത്ത് റുസുലുഹും, ആ കാലഘട്ടങ്ങളിലെല്ലാം ഈ നിഷേധികളായിട്ടുള്ള ആളുകളോട് അവരുടെ ദൂതന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഒരു പ്രവാചകൻ പ്രബോധനമായിട്ട് വന്നു, ജനങ്ങൾ നിഷേധിക്കുമ്പോൾ ഉടനെ തന്നെ അദ്ദേഹം പ്രവർത്തനമൊക്കെ നിർത്തിവെച്ച് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങല്ല, അദ്ദേഹം വീണ്ടും വീണ്ടും പ്രവർത്തനം തുടരുകയാണ്. അദ്ദേഹം വീണ്ടും വീണ്ടും ജനങ്ങൾക്ക് സമുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. അവരിലേക്ക് വിശ്വാസത്തിന്റെ കൃത്യമായിട്ടുള്ള ശൈലികൾ സന്നിവേശിപ്പിക്കാൻ വേണ്ടി പ്രബോധനം തുടരുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കാലത്ത് റുസുലുഹും അവരുടെ ദൂതന്മാർ പറഞ്ഞു. ജനങ്ങളിപ്പോ നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് ഇവിടെ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചോടുകൂടെ ഇനി ഉമ്മാരും നന്നാവില്ല എന്ന് വന്ന് തിരിച്ചു പോകുമല്ല, നിരാശരാകുമല്ല, വീണ്ടും വീണ്ടും അവർ ശ്രമം തുടരുകയാണ്. അതാ കാലത്ത് റുസുലുഹും അവരുടെ ദൂതന്മാർ പറഞ്ഞു, അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർദ്, ഓ ജനങ്ങളെ, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച അള്ളാഹുവിലാണോ നിങ്ങളുടെ സംശയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആകാശങ്ങളും ഭൂമിയും നിങ്ങളെയും അതേപോലെ തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അന്നവും കാറ്റും വെളിച്ചവും എല്ലാം നൽകുന്നത് അള്ളാഹു ആണ് എന്ന് ആരാധൊക്കെ നൽകണമെന്ന് വെച്ച് ഞങ്ങളും പറയുമല്ലോ. എങ്കിൽ ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നല്ലേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹു ആണെന്ന് നിങ്ങൾ പറയുന്ന സ്ഥിതിക്ക് ആ അള്ളാഹു ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി അവന് മാത്രമാണ് ആരാധ്യനായി പരിഗണിക്കേണ്ടത് എന്ന് പറയാൻ വേണ്ടി ദൂതന്മാരെ നിയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി ബോധമുള്ള മനുഷ്യനതിൽ സംശയം വരേണ്ട കാര്യമില്ലല്ലോ എന്ന് പ്രവാചകന്മാർ, അതായത് നിഷേധിക്കുന്ന ആളുകളുടെ ബുദ്ധിശൂന്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ മനസ്സിനെ എങ്ങനെങ്കിലും ഒന്ന് നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, അവർ പറയാണ്. കാലത്ത് റുസുലുഹും അവരുടെ ദൂതന്മാർ പറഞ്ഞു, അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിലാണോ സംശയം? അള്ളാഹു ഉണ്ട് എന്നുള്ളതിൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ. അപ്പൊ ആ സ്ഥിതിക്ക് പിന്നെ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതിൽ എങ്ങനെ സംശയിക്കുന്നു? അല്ലാഹു തആല നിങ്ങളെ എദുഉക്കും, അവൻ നിങ്ങളെ ക്ഷണിക്കുന്നതിൽ യഗ്ഫിറലക്കും മിൻ ദുനൂബിക്കും, നിങ്ങളുടെ ദോഷങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരാനാണ്. ആ ദോഷങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കിട്ടാൻ, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാപ്പ് ലഭിക്കാൻ ആ അള്ളാഹുവിനെ അനുസരിക്കുന്ന രീതി നിങ്ങൾ സ്വീകരിക്കണമല്ലോ. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ക്ഷണിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിയോഗിച്ചിട്ടുള്ളത്. വയുഅഖിറക്കും ഇലാ അജലിൻ മുസമ്മ, ഒരു നിർണിത അവധി വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പിന്തിക്കുകയും ചെയ്യാനാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിച്ചാലും അതേപോലെ തന്നെ നിരാകരിച്ചാലും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു അവധി വരെ ഇവിടെ ജീവിക്കാനും വീണ്ടും വീണ്ടും സുരക്ഷിതരായിട്ട് ഇവിടെ കഴിഞ്ഞുകൂടുന്ന സമയത്ത് അള്ളാഹുലേക്ക് തിരിച്ചു വരാനുള്ള ഒരു വേദി ഒരുക്കാനും അവസരം ഉണ്ടാക്കുകയാണ് അള്ളാഹു. അതൊന്നും അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ ചിലപ്പോൾ മുൻകാലത്തൊക്കെ ഉണ്ടായതുപോലെ
എന്താവാം, കടുത്ത പണിഷ്മെന്റിന് നിങ്ങൾ വിധേയരായേക്കാം എന്നർത്ഥം. കാലു, ഇതൊക്കെ ഹൃദയസ്പർക്കായ ഉപദേശങ്ങളാണ് പ്രവാചകന്മാർ പറഞ്ഞത്. പക്ഷെ ജനങ്ങൾ പറഞ്ഞത് എന്താ? ഇന്നന്തുമില്ല ബശറും മിസ്ലുനാ, നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർ മാത്രമാണ്, നിങ്ങൾ പറഞ്ഞൊന്നും ഞങ്ങൾ വിശ്വസിക്കൂല. തുരീദൂന തസുദ്ദൂന അമ്മാ കാന യഅബുദു ആബാഉന, ഞങ്ങളെ പിതാക്കൾ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവങ്ങളിൽ നിന്ന് ഞങ്ങളെ തടയലാണ് നിങ്ങളുടെ ടാർഗറ്റ്. അതുകൊണ്ട് ഫൗത്തൂന ബി സുൽത്താനി മുബീൻ, നിങ്ങൾ വ്യക്തമായ തെളിവുകൾ കൊണ്ടുവരൂ എന്നവർ പറഞ്ഞു. അപ്പൊ കാലത്ത് ലഹും റുസുലുഹും, ദൂതന്മാർ അവരോട് പറഞ്ഞതെന്താ? ഇന്നഹനു ഇല്ലാ ബശറും മിസ്ലുക്കും, ഞങ്ങൾ നിങ്ങളെപ്പോലെ മനുഷ്യന്മാർ തന്നെയാണ്, നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരെന്നല്ല. അവർ പറഞ്ഞു ഞങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരാണ്. അതിന് ഇവരുടെ മറുപടി ഇന്നഹനു ഇല്ലാ ബശറും മിസ്ലുക്കും, ഞങ്ങളും നിങ്ങളെപ്പോലെ മനുഷ്യന്മാർ മാത്രമാണ്, പക്ഷെ നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരല്ല. അങ്ങനെ ചിലർ ഈ ആയത്തിന് അർത്ഥം വെക്കുന്നത് അബദ്ധാണെന്ന് അർത്ഥം. പ്രവാചകന്മാർ നമ്മളെ പോലത്തെ മനുഷ്യന്മാരാന്ന് അർത്ഥം വെക്കുന്നത് തെറ്റാണ്. മറിച്ച് ഞങ്ങളും നിങ്ങളെപ്പോലെ മനുഷ്യന്മാർ മാത്രമാണ്, അഥവാ ദൈവമോ ദൈവപുത്രനോ അല്ലെങ്കിൽ മലക്കോ ജിന്നോ ഒന്നും അല്ലാന്നർത്ഥം. പക്ഷെ നിങ്ങളെ പോലത്തെ മനുഷ്യരല്ല. കാരണം വലാകിന്നല്ലാഹ യമുന്നു അലാ മൻ യശാഉ മിൻ ഇബാദിഹി, പക്ഷെ അല്ലാഹു തആല അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഗുണം ചെയ്യും. അപ്പൊ ആ ഗുണം ചെയ്യുന്നതിന്റെ ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്? ഗുണം ചെയ്യുന്നതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് അല്ലാഹു നുബുവത്ത്, റിസാലത്ത് എന്നിങ്ങനെയുള്ള മഹത്തായ പ്രത്യേകതകൾ നൽകിയിരിക്കുകയാണ്. വമാ കാന ലനാ അൻ നഅതിയകും ബി സുൽത്താനിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതിയോടെ അല്ലാതെ നിങ്ങൾക്കൊരു തെളിവ് കൊണ്ടുവന്ന് തരിക എന്നത് ഞങ്ങളുടെ അധികാരത്തിൽപ്പെട്ടതല്ല. അതുകൊണ്ട് പടച്ചവനിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. എന്ത് തെളിവ് തരണമെന്ന് തീരുമാനിക്കാനുള്ള ഫൈനൽ അതോറിറ്റി അള്ളാഹു ആണ്. അതുകൊണ്ട് ഫഅലല്ലാഹി ഫല്യതവക്കൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കട്ടെ, അള്ളാഹു തരുന്നത് അംഗീകരിക്കുക എന്ന രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. വമാലന അല്ലാ നതവക്കല അലല്ലാഹി വഖദ് ഹദാന സുബുലന, ഞങ്ങളെ അള്ളാഹു നേരിന്റെ മാർഗങ്ങളിലേക്ക് ചേർത്ത സ്ഥിതിക്ക് അവന്റെ മേലിൽ ഭരമേൽപ്പിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് ന്യായമൊന്നുമില്ല. അതുകൊണ്ട് അള്ളാഹു തരുന്നത് നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്ന പണി മാത്രമാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നമാ അന ഖാസിമുൻ വല്ലാഹു ഹുവൽ മുഅ്തി, ഞാൻ വിതരണക്കാരൻ മാത്രമാണ്, നൽകുന്നവൻ അള്ളാഹു ആണ്. അപ്പൊ എത്ര വലിയ കഴിവുകൾ പ്രകടിപ്പിച്ചാലും ആ കഴിവുകളെല്ലാം നൽകുന്നവൻ അള്ളാഹുവാണ്. പക്ഷേ അത് വിതരണം ചെയ്യാനുള്ള അധികാരം എല്ലാ ആളുകൾക്കും അള്ളാഹു കൊടുക്കുന്നില്ല. അവൻ പ്രത്യേകം പരിഗണിച്ച സെലക്ട് ചെയ്തവർക്കാണ് നൽകുന്നത്. അതാണ് ഞങ്ങൾ എന്നർത്ഥം. വലനസ്ബിറന്ന അലാ മാ ആദൈതുമൂന, നിങ്ങൾ ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നതിന്റെ പേരിൽ ഞങ്ങൾ ക്ഷമിക്കുക തന്നെ ചെയ്യും. ഈ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നിങ്ങളുടെ നിഷേധം കൊണ്ട് ഞങ്ങൾ ഈ പണിയൊന്നും നിർത്തിവെച്ച് പോകുന്നില്ല. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ മേലിൽ മാത്രമാണ് ഭരമേൽപ്പിക്കേണ്ടത്, ഞങ്ങൾ അതാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിശ്ചയദാർഢ്യതയോടുകൂടെ പ്രബോധനം തുടരുമെന്ന് പ്രവാചകന്മാർ കൃത്യമായി നിലപാടെടുക്കുകയാണ്. അല്ലാഹു തആല ഇതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ട് നന്നായി ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു